മുടി പോലും കിളിക്കാത്ത തലയിൽ മുടി കിളിപ്പിച്ച ഡോക്ടറാണ്. അതുപോലെ തന്നെ പൈൽസിന് പരിഹാരമായിട്ട് കുറെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് റിസൾട്ട് ഉള്ളതാണ്. ഡോക്ടറെ ഭഗവാനെ കണ്ട് തൊഴുതോ? ആണല്ലയോ? ഭഗവാന്റെ മുന്നിൽ നമുക്ക് ഒരു ഔട്ട്ലെറ്റ് ഇടാനും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഷോപ്പ് ഉണ്ട് ആണല്ലയോ? അവിടെ എല്ലാം കാരണം അവിടെ ക്ലിനിക്കിലാകുമ്പോ നമുക്ക് പേഷ്യൻസും കൺസൾട്ടേഷനും മാത്രമല്ലേ വന്നേർന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ വെറുതെ എൻക്വയറി ഉള്ള ഓയിൽസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല, സ്പെഷ്യൽ പ്രൊഡക്ട്സും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹത്താല് ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഡോക്ടറെ കാണാതെ തന്നെ മരുന്ന് വാങ്ങിച്ച ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഡോക്ടർ ഈ അടുത്ത സമയത്ത് ഞങ്ങൾ അടുത്ത് അവിടെ ഒരു വീഡിയോക്ക് വന്നപ്പം നിറച്ചു ആളാ ഡോക്ടറെ കാണാനായിട്ട്. രാവിലെ എത്ര മണിയിൽ തുടങ്ങും? രാവിലെ ഒരു 9:30 മുതൽ തുടങ്ങും. 9:30 തൊട്ട് രാത്രി എത്ര മണി വരെ? 5 മണി വരെ. 5 മണി വരെ. പിന്നെയും പേഷ്യൻസ് ലോങ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യാറുണ്ട്. നമ്മൾ ഈ വീഡിയോ കണ്ട് ഇനി വരുന്ന വഴിയും കൂടെ ചോദിക്കാം. ഡോക്ടറെ, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് കൃത്യമായിട്ടുള്ള ഈ ഷോപ്പ് എവിടാ? കിഴക്കേ നടയിൽ നിന്ന് നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ പുതിയൊരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം. ഓ, ആ ഓഡിറ്റോറിയത്തിന്റെ ബാക്ക് സൈഡില് തൊട്ടടുത്ത് തന്നെ. ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് തെക്കേ നടയിൽ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റും.